ചേന്ദമംഗലം കൂട്ടക്കൊലപാതകത്തിൽ പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. കസ്റ്റഡി ലഭിച്ച ശേഷം തെളിവെടുപ്പ് നടത്തും. പരിക്കേറ്റ ജിതിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന ശസ്ത്രക്രിയ വിജയമായോ എന്നറിയാൻ 48 മണിക്കൂർ കഴിയണമെന്ന് ഡോക്ടർമാർ പറയുന്നു. അതേസമയം ഈ കേസിൽ അതിവേഗ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന അറിയിച്ചു. 3 ഡിവൈഎസ്പിമാർ അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് എന്നും സക്സേന പറഞ്ഞു. ഈ കേസിന് വേണ്ടി വളരെ ഗൗരവമായ രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചു. ഈ സ്പെഷ്യൽ ടീമിൽ 3 ഡിവൈഎസ്പിമാരെ ഓഫീസറുണ്ട്. പിന്നെ ടോട്ടൽ 17 പേരുണ്ട്. എല്ലാ സയൻറ്റിഫിക് എക്സ്പേർട്സ്, സൈബർ എക്സ്പേർട്സ് എല്ലാവരും ഉണ്ട്. എല്ലാ ആംഗിൾസ് വിശദമായി അന്വേഷിക്കും. ഉടൻ തന്നെ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യും. ഉടൻ തന്നെ നമ്മൾ മാക്സിമം ശിക്ഷ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ എഫേർട്സ് എടുക്കും. ശരി, സഹിന ആന്റണിയുണ്ട്. സഹിനി, ഋതു കേരളത്തിന് പുറത്ത് ഏതെങ്കിലും കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ലഹരിയുടെ ഭാഗമായിട്ടുണ്ടോ എന്നുമൊക്കെ അന്വേഷിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുനമ്പം ഡിവൈഎസ്പിയുടെ വാക്കുകളുണ്ടായിരുന്നു. ഇപ്പോൾ വൈഭവ് സക്സേനയുടെ വാക്കുകളിലും അതിവേഗം അന്വേഷണ സംഘം നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടികളുടെ മുന്നോട്ട് പോക്ക്? ഒപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്ന ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ ആരോഗ്യനില, ജിതിൻ്റെ ആരോഗ്യനില എങ്ങനെയാണ്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ വൈഭവ് സക്സേന അടക്കമുള്ള ആളുകൾ ഈ കേസിനെ കുറിച്ച് പറയുമ്പോഴും കൃത്യമായ ഒരു അന്വേഷണം പല ഘട്ടങ്ങളിലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ജിതിൻ മുൻപ് 4 കേസുകളിൽ പ്രതിയാണെന്നു. NDPS കേസ് അടക്കം 52 ദിവസം ജയിലിൽ കിടന്ന ആളാണ്. മാത്രമല്ല ഇയാൾ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത ലഹരിക്ക് അടിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ റൗഡി ലിസ്റ്റിൽ പെട്ടപ്പോൾ പോലും ഇയാളെ നാട് കടത്തുന്നതിന് വേണ്ട നടപടികൾ പോലീസ് നടത്തിയിരുന്നില്ല. മാത്രമല്ല സ്ത്രീകളുടെ അടക്കം നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. രാത്രി ഉറക്കമില്ല ആളായതുകൊണ്ട് തന്നെ പല വീടുകളിലേക്കും കല്ലെടുത്തെറിയുന്നതും മതിൽ ചാടിക്കടന്ന വീടുകളിൽ എത്തി നോക്കുന്നതുമെല്ലാം ഇയാൾക്ക് പതിവായിരുന്നു. ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലീസ് കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പോലീസ് കൃത്യമായി തന്നെ ഇടപെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 17 പേരുടെ ഒരു സംഘം, അതിൽ 3 ഡിവൈഎസ്പിമാരാണ്. 3 ഡിവൈഎസ്പിമാർക്ക് 3 രീതിയിലാണ് ചുമതലകൾ കൊടുത്തിട്ടുള്ളത്. ഒരു സംഘം ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം തയ്യാറാക്കുന്നതിന് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകും. മറ്റൊരു സംഘം അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകും. 3ാമത്തെ സംഘം അവരാണ് ഫോറൻസിക് മറ്റു കാര്യങ്ങളുമെല്ലാം പരിശോധിക്കുന്നത്. എന്തായാലും ആ പരിശോധനകളെല്ലാം തന്നെ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിവേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നതും. ഇന്നലെ അതോടൊപ്പം തന്നെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ജിതിൻ്റെ ആരോഗ്യനില ഇപ്പോഴും ഒന്നും പറയാൻ കഴിയാത്ത രീതിയിൽ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അദ്ദേഹത്തെ ഇന്നലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. അദ്ദേഹം ഇപ്പോഴും ന്യൂറോ ICUവിൽ തന്നെ തുടരുകയാണ്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. അയാൾ ഈ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസിന്റെ കസ്റ്റഡി ആവശ്യത്തിന് തടസ്സമാകുമോ? സേതു, അതൊന്നും പോലീസിന്റെ കസ്റ്റഡി ആവശ്യത്തിന് തടസ്സമാകാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല. കാരണം ഇപ്പോൾ ഇയാൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ മലബാറിലെ ഒരു ആശുപത്രിയിൽ താൻ ചികിത്സ തേടുന്നു എന്നും പോലീസിനോട് പറയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. അപ്പോൾ പോലീസിന് അങ്ങനെ ഒന്നില്ല എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വലിയ പ്രശ്നം സംഭവിക്കില്ല, അല്ലെങ്കിൽ അത് ഒരു തടസ്സം ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷേ ഇയാൾ ഈ മാനസികാരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം പറയുമ്പോഴും ഇയാൾ അന്ന് ആ അതിക്രമം നടത്തിയ ദിവസം ലഹരി ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. മാനസികമായി യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അയാൾക്കില്ലായിരുന്നു. കരുതി കൂട്ടി നടത്തിയ ഒരു കൊലപാതകം, ഒരു ദുഷ്ടൻ അല്ലെങ്കിൽ ദുഷ്ടത മാത്രം മനസ്സിലുള്ള, ക്രിമിനൽ ടെൻഡൻസി മാത്രം മനസ്സിലുള്ള ഒരാൾ എങ്ങനെ നടത്തുമോ ഒരു കൊലപാതകം? അത് തന്നെയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കൊലപാതകം നടത്തിയ ശേഷം ഇയാൾക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും അല്ലെങ്കിൽ തനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള ഒരു ദയയോ അതിനുവേണ്ട ഈ കുറ്റബോധമോ ഒന്നും തന്നെ ഇയാൾക്ക് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് താൻ ചെയ്ത വലിയ മഹാകൃത്യം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇയാൾ തുടരുന്നത്. അത് തന്നെയാണ് പോലീസുകാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തായാലും ഇയാളെ അവിടെ നിന്നും നാട് കടത്തേണ്ടത് ആവശ്യമായിരുന്നു. അത് പോലീസ് ചെയ്തില്ല. ഇപ്പോൾ കൃത്യമായി തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. മറ്റൊന്ന്, ഈ ഋതു ഇയാളെ കസ്റ്റഡിയിൽ 5 ദിവസത്തേക്ക് പോലീസിന് എടുക്കേണ്ടതുണ്ട്. ഇയാൾ നടത്തിയിട്ടുള്ള മുൻ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചും പോലീസിന് പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇയാൾ നിരന്തര കുറ്റവാളികൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന മനോസ്ഥിതിയുള്ള അല്ലെങ്കിൽ മനോനിലയുള്ള ഒരാളാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സേതു, തീർച്ചയായും സഹിൻ, അങ്ങനെ തന്നെയാണ്. മനസാക്ഷിയുള്ള ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത അതിക്രൂരമായ കൃത്യം തന്നെയാണ് ഈ പ്രതി ഋതു ചെയ്തിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഈ കൂട്ടക്കൊലപാതക കേസിൽ പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.